അപ്പോൾ ഇന്നലെ തപ്പയാടുന്ന നിലക്കടല കിട്ടിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യാം. സൂടായി വരുന്നു. എത്ര 1/2 കിലോയ്ക്ക് കടലയ്ക്ക് പച്ചക്കടലയ്ക്ക് 76 രൂപ. അപ്പോൾ 1 കിലോ വരുമ്പോൾ 152 രൂപ വരും. 1 കിലോ പീനട്ട് ബട്ടർ വാങ്ങണമെങ്കിൽ 200 രൂപ ഉണ്ടാവും. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്ത് ഇതാക്കി സെറ്റ് ചെയ്ത് വരുമ്പോഴും ആ ചിലവൊക്കെ ആവുമായിരിക്കും. ഫാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് കമർത്താം. ഇനിയാണ് ക്ഷമയും ഇതും വേണ്ടത്. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയത്തിലിട്ടിട്ട് പതിയെ സെറ്റ് ചെയ്തെടുക്കാം. സാമ്പാറ് മാത്രം കഴിയാതെ ചോറ് കിട്ടും. ഓറഞ്ച് പുളിയാണോ? മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാനിടാം. റോസ്റ്റ് ചെയ്ത് വെച്ചെല്ലാം നമ്മൾ ഇതാക്കി ഒരു 90-95% നമ്മൾ തൊലിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അരയ്ക്കാം. ഇതിനകത്താണ് കേട്ടോ അത് അരഞ്ഞ് കിട്ടത്തുള്ളൂ, സെറ്റ് ആകത്തില്ല. അതായത് ഒറ്റ ബ്ലേഡ്, നീളം കൂടി ബ്ലേഡ് ഉണ്ടെങ്കിൽ അതിനകത്താണ് ഇത് സെറ്റായി കിട്ടത്തുള്ളൂ. മറ്റേ ഈ ടൈപ്പ് ബ്ലേഡ്. അപ്പോൾ നമ്മുടെ കടലെല്ലാം റോസ്റ്റ് ചെയ്ത് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. മൊത്തം കളഞ്ഞിട്ടില്ല, 90-95% എനിക്ക് കളയാൻ പറ്റുള്ളൂ. ഞാൻ ബാക്കിയുള്ളത് ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ എന്തായാലും തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് പീനട്ട് ബട്ടർ ആക്കി മാറ്റണം. അപ്പം അതിനിതാണ്ട് ഒറ്റ ഇതുള്ള നീണ്ട ഇതായിട്ടുള്ള ഒരു ആ ബ്ലേഡാണ് നമ്മൾ ബ്ലേഡുള്ള ആ ജാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കിത് പൊടിക്കാം. എന്നിട്ട് അപ്പോൾ അമ്മ നമുക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ച് പീനട്ട് ബട്ടർ ആക്കാം. അപ്പോൾ ആദ്യം പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യും പിന്നെ കുറച്ച് തേനും ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംഭവം സെറ്റായി കിട്ടും. പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നെയ്യും അതേപോലെ ഇതും ആഡ് ചെയ്യാം. നെയ്യും തേനും ലേശം ആഡ് ചെയ്യുന്നുള്ളൂ. മാക്സിമം പോയ 1 ടേബിൾ സ്പൂൺ അത് മതി. അധികം അതായിട്ടുണ്ട്. ഇനി എന്തായിരുന്നു? നെയ്യ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചധികം നേരം അടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ Mrs. S is watching pornography on the living room TV. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നമ്മളെന്താ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 വട്ടം ഉണ്ടാക്കിയപ്പോൾ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പം ഇത്തവണ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തന്നെ ഈ കടലയുടെ തന്നെ ആ ഓയിൽ അത് എന്താ പറയുക പൊളിഞ്ഞു വന്ന് അങ്ങനെ മിക്സായി വരട്ടെ എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ നേരം അടിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം സെറ്റായി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ? അപ്പോൾ കുറച്ച് നേരം അടിച്ചപ്പോഴേക്കും ഇത് എങ്ങനെ ഇതായി പതിയെ അതിനകത്ത് ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, കട്ടി കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടി അടിച്ചു നോക്കാം. കുറച്ചും കൂടെ പൊളിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടി അടിക്കാം. പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ആ ചെറിയ കടി കിട്ടുന്നത്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് നേരം കൂടി നമ്മൾ അരച്ച് കൊടുക്കണം. പിന്നെ കാണാൻ ഇപ്പോഴത്തെ ഒരു ലുക്ക് അത്ര ഒരു മെനയില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അരയ്ക്കാൻ വിട്ടു കൊടുക്കണം. കുറച്ചും കൂടെ സ്മൂത്തായിട്ടുണ്ട്. ഒരു തുള്ളിയും കൂടെ ആയിക്കോട്ടെ.
ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ആ കാണുന്ന പീനട്ട് ബട്ടറിൻ്റെ കാര്യത്തിലായിട്ടുണ്ട്. ഇത് മതിയാവും. ഇത് കുറച്ചും കൂടെ നല്ല സ്മൂത്തായിട്ട് നാവിൽ ഒട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മതി. ഇത് ഓവറാക്കണ്ട. ഇനി ഓവറായി കഴിഞ്ഞാൽ മറ്റേ വെള്ളം പോലെയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് തണുത്തിട്ട് ഇത് പതിയെ നമുക്ക് വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റാം.